ആരംഭിച്ച നവ കേരള സർവേ പ്രതിപക്ഷം ശക്തിയായി എതിർത്തിരുന്നു. കാരണം CPM ആണ് ആദ്യ സർക്കുലർ ഇറക്കിയത്. CPM പ്രവർത്തകരെ വോളണ്ടിയർമാരായിട്ട് DYFI പ്രവർത്തകരെ വോളണ്ടിയർമാരായി നിശ്ചയിച്ചുകൊണ്ടുള്ള നവകേരള സർവേ. എന്നിട്ടത് സർക്കാർ ഏറ്റെടുക്കുന്നു. അൻസ് ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അപ്പോൾ DYFIക്കാരെ കൊണ്ടും CPMകാരെ കൊണ്ടും സർവേ നടത്തിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനും ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ആളുകളിൽ എത്തിക്കാനും നടത്തിയ ശ്രമമാണ്. അതായത് നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ എത്താനും വേണ്ടി നടത്തിയ അതിനെ പ്രതിപക്ഷം അതിശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല അത് ബജറ്റ് മാനുവലിൻ്റെ ലംഘനമാണ്, സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ സർക്കാർ പണം എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം മുഴുവൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതിനെയും ചോദ്യം ചെയ്യാൻ പോവാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കോളനികൾ കയറി ഇറങ്ങി സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണോ? അവർ വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ, അതായത് CPMകാർ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട നോട്ടീസും മറ്റു കാര്യങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ട്രൈബൽ കോളനികളിൽ വിതരണം ചെയ്യിപ്പിക്കുക. ഇവർ ചെല്ലുമ്പോൾ തന്നെ പേടിയാണല്ലോ. ഇല്ലാത്ത നേട്ടങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സംഭവങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ, LDFിൻ്റെ ക്യാമ്പയിൻ മെറ്റീരിയൽസ്, അത് PRD ഇറക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അതിന് PRD ഉണ്ടല്ലോ, സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ നടത്താൻ വേണ്ടിയിട്ട് PRD ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് വിവിധ ട്രൈബൽ കോളനികളിൽ ചെന്നുകൊണ്ടുപോയിട്ട് ഈ മെറ്റീരിയൽസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ലഘുലേഖ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ്.